അസ്സലാമലൈക്കും. ഉണ്ടായിരിക്കട്ടെ. എന്തൊക്കെ വർത്താനം? എന്നെങ്ങനെ ഈ കുട്ടി അയക്കില്ലേ? അപ്പോൾ നോമ്പൊക്കെ നല്ല ഉഷാറായിട്ട് പോകേണ്ടിരുന്നു. അപ്പം ഇന്നൊക്കെ നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ മഴയൊക്കെ ആയപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണക്കടി തിന്നാൻ പോയിണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഏതായാലും വാങ്ങണീന് പകരം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ സമൂസയൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ പോക്കർ ഷവർമ എങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുറവുകളും തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പോക്കർ ഷവർമ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടത് കുക്കുംബർ, അതുപോലെ നമ്മളെ ക്യാരറ്റ് ഉണ്ടല്ലോ അത് 2 എണ്ണം, അതുപോലെ ചെറിയൊരു കാബേജ്, അതുപോലെ കുറച്ച് മയോണൈസ്, പിന്നെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് കുറച്ച് ബോൺലെസ് ചിക്കൻ വേണം. അത് കുറച്ച് മതി, വളരെ കുറച്ച് മതി. അപ്പോൾ നമ്മളിതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? നമ്മൾ ചെയ്യേണ്ടത് ഒരു 3/4 കപ്പ് നമ്മളെ ആട്ടപ്പൊടി ഉണ്ടല്ലോ, അതുപോലെ 1/4 കപ്പ് മൈദ, രണ്ടും പാടെ കൂട്ടി ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുഴക്കുക. നമ്മൾ ചപ്പാത്തി കുഴക്കുമല്ലോ അതുപോലെ കുഴച്ച് സെറ്റാക്കി വെക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ കട്ടിങ് ബോർഡൊക്കെ ചെറുതായിട്ട് ഇതൊക്കെ ഉണ്ട്, കറയുന്നില്ല, അതല്ല ചളിയൊന്നുമല്ല. അപ്പോൾ അത് പ്രത്യേകം പറയണമെന്ന് വെച്ചാൽ കാണുമ്പോൾ ബോറായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ പഴയ തറവാട് വീടാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മോശക്കരം. പിന്നെ ഈ ക്യാരറ്റും കുക്കുംബറും അതുപോലെ നമ്മുടെ കേബേജും മല്ലിച്ചപ്പൊക്കെ പാടെ കൂടിയിട്ട് വളരെ നൈസായിട്ട് അരിയണല്ലോ. വളരെ ചെറിയതായിട്ട് അരിയണം. നമ്മൾ ഈ കുക്കുംബർ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് ചോറും അതുപോലെ കുരുകളൊക്കെ കളഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ചെയ്യാൻ. ഓക്കെ. എന്നിട്ട് വളരെ നൈസായി കട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളെ കേബേജും അരിയേണ്ടത്. കേബേജ് ചെറുതാക്കി മുറിച്ചതിന് ശേഷം ചെറിയതായിട്ട് ഇങ്ങനെ അരിയാം, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇവളാണ് നമ്മളെ മെയിൻ ഹെൽപ്പർ. എൻ്റെ കുട്ടിയാണ് അയ്മോള്. ഓള് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച നമ്മളെ മയോണൈസാണ്. മയോണൈസ് കുറച്ചൊരു പാത്രത്തിലെടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കേബേജും കുക്കുംബറും അതുപോലെ നമ്മളെ ക്യാരറ്റും പിന്നെ നമ്മളെ മല്ലിച്ചപ്പും ഉണ്ടല്ലോ അതുപാടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട്, കുരുമുളക് ആവശ്യത്തിന് ഇട്ടാൽ മതി, എരിവ് വേണ്ടവർക്ക് ഇട്ടാൽ മതി. ആവശ്യത്തിന് മാത്രം കുരുമുളക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. പിന്നെ പുളി ആവശ്യമുള്ള നാരങ്ങ വേണമെങ്കിൽ കുറച്ച് പിഴിഞ്ഞില്ല കേട്ടോ, കുറച്ച് മാത്രം, ഒരു മുറി നാരങ്ങ മാത്രം. അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതെടുത്തിട്ട് അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിത് കുറേ നേരം വെക്കാൻ പറ്റില്ല, ഈ മിക്സ് ചെയ്ത് വെച്ച സാധനം. കാരണം അത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളമായി മാറും. കാരണം ഈ കുക്കുംബറിൻ്റെ ഒക്കെ വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ മാവ് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെ പോക്കർ ഷവർമക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കണം വരെ കണ്ടില്ലേ, നമ്മുടെ കുട്ടികളാണത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കുഴച്ച് വെച്ച മാവല്ലേ അതിന് നമ്മൾ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മൾ ഉരുട്ടി വെക്കുക, ഓരോ ഉരുളകളാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഉരുളുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എണ്ണ എന്ത് ചെയ്യണം, അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കി വെക്കണം. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചട്ടിയുടെ കോലങ്ങൾ നോക്കണം, അതൊക്കെ തറവാട് മുതലാണ്. നമ്മുടെ ഹെൽപ്പറെ കണ്ടില്ലേ, ഹെൽപ്പർ നമ്മളെ ഇത് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യവാ മാവ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉരുളകളും കുറച്ച് പരത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കാര്യത്തേക്ക് കിടക്കാം അല്ലേ. അപ്പം ഇനി നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട്, ഒരു കാല് പ്ലേറ്റ് എടുത്തിട്ട് നമ്മളൊരു കുറച്ച് പൊടി ഇട്ടേക്കുക. നമ്മളെന്ത് ഈ മാവ് ഒട്ടണീനാണത്, നമ്മളവിടെ പരത്തി വെച്ച മാവുണ്ടല്ലോ അതിൻ്റെ എടുത്ത് വെക്കുക. എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഷവർമക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച നമ്മളെ മസാല അല്ലേ അത് അതിലേക്ക് 1 സ്പൂൺ ഇടുക, 1 സ്പൂൺ. അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ ഒരു മാവുകൂടി പരത്തി വെച്ച മാവുകൂടിയും വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, ചുറ്റൂറൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്യാം.
അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കഴിയുന്ന ഏത് വിധത്തിലാണെന്ന് വെച്ചാൽ അതുപോലെ ഷേപ്പ് ഉണ്ടാക്കി വെക്കുക. കണ്ടോ, അത് കാണില്ലേ, ഒരു ഷേപ്പ് ഇങ്ങനെ ചുരുട്ടി വെക്കുക. അങ്ങനെ എനിക്ക് കഴിയുന്ന ഷേപ്പ് അതാണ്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ നമ്മൾ ഈ സംഭവത്തിൻ്റെയൊക്കെ ഒരു ഹെൽപ്പ് ചെയ്ത് അതിനെ സഹായിച്ചത് നമ്മളെ പങ്കുകുട്ടിയല്ലേ. ഓക്കെ, അവളെ പിന്നെ ഫോട്ടോ ഒന്നും വെളിപ്പെടുത്തവർക്ക് താല്പര്യമില്ല, പേരും പ്രശസ്തി ആവശ്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ ഉണ്ടാക്കിയ ഷേപ്പ് എങ്ങനെയാണ്, എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ടേക്കുക. നമ്മളെന്താ വെച്ചാൽ പെട്ടെന്ന് ആയത് ഇട്ടേക്കണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അടിയിൽ പൊട്ടിപ്പോകും. നമ്മളെ ഈ മയോണൈസ് ഇതൊക്കെ പാടെ ആ മാവ് പുതിർന്നിട്ട് പൊട്ടിപ്പോകും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, എണ്ണയ്ക്ക് ഇടുക. നമ്മൾ ആയത് എണ്ണയ്ക്ക് ഇടണം. അപ്പോൾ നമ്മളെ പോക്കറ്റ് ഷവർ റെഡിയാണ്. ഇതാണ് സംഭവം, കണ്ടില്ലേ, നല്ല അടിപൊളിയായിക്കണു, കാണാനൊക്കെ നല്ല രസമൊക്കെ. എനിക്ക് ഇതിനൊക്കെ ഉഷാറായിക്കണു. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം എന്ന് പറയാത്ത പോലെ ഉണ്ടാക്കാൻ പറ്റും നോക്കുക. ഓക്കെ, അത് നമ്മളെ കൂടി കുറച്ച് നോൽമുക്കള്ളന്മാരുണ്ട്. അപ്പോൾ ഓൽക്കൊന്ന് കൊടുത്തു നോക്കട്ടെ. നമ്മളെ ചെറുക്കം ആഷിഫിനെ, അയിമോളെ. എങ്ങനെയുണ്ട് അയിമോളെ, അടിപൊളിയല്ലേ? അല്ലെങ്കിൽ എങ്ങനെയുണ്ട്? അതോ അവള് വേണ്ടായിരുന്നോ? പറ്റിച്ചല്ലേ പറച്ചോനെ. എങ്ങനെയുണ്ട് റന വിളി? അടിപൊളിയാ, നേരെ പറയും. ആൾക്കാർ വെറുതെ പറയായിരിക്കും. ഒരു സൂപ്പറായ വർത്തമാനം പറയും. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെ സമൂസൻ്റെ പോലെ സമൂസ ഉണ്ടാക്കി പഠിച്ചായിരുന്നു. അതിനാൽ പ്രാവശ്യം അമ്മ ഒരു 5:30 മണിയായി വിളിക്കും, നമുക്ക് സമൂസ ഉണ്ടാക്കാനായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ സമൂസ ഉണ്ടാക്കല പരിപാടി. ഓരോ പഠിപ്പിച്ചു കൊടുത്താലുള്ള പ്രശ്നം എന്താണ്. അപ്പോൾ എന്തായാലും അതും ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടെ. അത് നമ്മളെ സ്ഥിരം പരിപാടി ആയിട്ടില്ലേ. അപ്പോൾ നമ്മളെ സമൂസ റെഡി. ഉണ്ടാക്കണ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോയിൽ അഭിപ്രായം പറയാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരുപാട് കമൻറ്റുകളും അതുപോലെ ലൈക്കുകളും കിട്ടിയാലും നമ്മളെ വീഡിയോക്ക് ഒരു ഇതാവുള്ളൂ. എന്താ നമുക്ക് ഇനി ചെയ്യാനും, അതേപോലെ ഇനി ചിലപ്പോൾ ഇങ്ങനെ എണ്ണക്കടി നമ്മളത് കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടാക്കാൻ തോന്നും. നമ്മൾ അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോൻ്റെ അഭിപ്രായം പറഞ്ഞു വെച്ചോളൂ, നമുക്ക് അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ.